അൽഹംദുലില്ലാ. Okay. Okay. Now teacher ഓരോരുത്തരെ വിളിക്കുക. ഷിഫാൻ, tell me ഫസ്റ്റത്തെ 3 connectors നമ്മൾ എന്തെല്ലാം പഠിച്ചേ? ഫസ്റ്റ് 3 connectors. ഫത്ഹ, ഷിഫാൻ ഏതെല്ലാണ്? ഊനോസ്. Okay. Next 3 connectors ഏതാണ്? Okay. Next 2 connectors. Right, next 3 connectors. പിന്നെയുള്ള 3 connectors ആണ്. 3 മദ് ലെറ്റേഴ്സ് ഏതൊക്കെയാ? അലിഫ് മദ്, വാവ് മദ്, യാ മദ് ഇങ്ങനെ പറയണം കേട്ടോ. അലിഫ് വാവ് യാ എന്ന് മാത്രം പറഞ്ഞാൽ അത് ലെറ്റേഴ്സിന്റെ പേരായിട്ടാ വരാം. നമ്മൾ പഠിക്കുന്നത് അലിഫ് മദ്, വാവ് മദ്, യാ മദ്. അതേ പാഠത്തിൽ ബാക്കി 2 കണക്ടേഴ്സ് ഏതാണ്? ഹുറൂഫുൽ ലീൻ. വാവൻ യാ സുകൂൻ, അതിന് മുമ്പ് ഫത്ഹ. പിന്നീട് നമ്മൾ പഠിച്ച ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച കണക്ടർ ആയിരുന്നു സുക്കൂൻ. ഏതെല്ലാം 5 ലെറ്റേഴ്സിൽ വരുമ്പോഴാണ് നമ്മൾ എക്കോ കൊടുക്കുന്നത്? എല്ലാവർക്കും അറിയില്ല ഇതെല്ലാം? ഓക്കെ. സോ ഈ 5 ലെറ്റേഴ്സ് നമ്മൾ എക്കോ കൊടുക്കണം. അബ്, ഇബ്, ഉബ്, അജ്, ഇജ്, ഉജ്, അത്, ഇത്, ഉദ്, അത്ത്, ഇത്ത്, ഉത്ത് ഇങ്ങനെ എടുക്കും. പിന്നെ ഖാഫ് ആണെങ്കിൽ അഖ്, ഇഖ്, ഉഖ് ഇങ്ങനെ വരും കേട്ടോ. ചിഹ്നം എങ്ങനെയാന്ന് മനസ്സിലായ? ചെറിയൊരു ഹാന പോലെ. ഹാന്റെ ഹെഡ് ഹാ ഇങ്ങനല്ലേ? സോ ഇഫ് യു ആർ കട്ടിങ് ഇറ്റ് ഇങ്ങനെയാണ് സുക്കൂന്റെ ചിഹ്നം. എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ടിൽ ഹിയർ? ഈ ബുക്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന അവസാനത്തെ ചാപ്റ്റർ ആണ് ഷദ്ദ. ദ ലാസ്റ്റ് കണക്ടർ, 16th കണക്ടർ ഇസ് കോൾഡ് ഷദ്ദ. ഷദ്ദ എന്ന് പറയുന്നത് ഡബ്ലിംഗ് ഓഫ് ദ ലെറ്റർ. ഷദ്ദ നോക്കിക്കോ എല്ലാവരും. ഷദ്ദ ഈസ് ഡബ്ലിംഗ് ഓഫ് ദ ലെറ്റർ. ടീച്ചർ എല്ലാ നോട്ട്സും അയച്ചിട്ടുണ്ട് കേട്ടോ. നോട്ട്സിൽ ലെസൺ 1, ലെസൺ 2, ലെസൺ 3 എല്ലാം കുറച്ച് മിക്സ് ആയിട്ടാണ് ഉള്ളത്. അത് ഡോണ്ട് വറി. ഓക്കെ, ഞാൻ വേറെ ഓർഡറിലാണ് എഴുതിയിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് നോട്ട്സിലുള്ളത്. ടോട്ടൽ 8 ലെസൺ ആയിട്ടാണ് ടീച്ചർ നോട്ട്സ് സെൻഡ് ആക്കിയിട്ടുള്ളത് കേട്ടോ. ഇതാണ് എക്സാമിന് ഉണ്ടാവുക. റീഡിങ്ങും പിന്നെ അതിലുള്ള നോട്ട്സും നിങ്ങൾ വായിച്ച് പഠിക്കണം. ടീച്ചർ ഓൾറെഡി പഠിപ്പിച്ച കാര്യമാണ്. സോ ഇംഗ്ലീഷിലാണ് നോട്ട്സ്. ഓക്കെ, സോ ദീസ് ആർ ദ കണക്ടേഴ്സ്. ടീച്ചർ എല്ലാ നോട്ട്സും വായിച്ചിട്ടുണ്ട്. പിന്നീട് ഇനി തജ്വീദിന്റെ കോഴ്സിന്റെ നോട്ട്സാ വരാം. സോ ഈ ബുക്കിലുള്ള എല്ലാ നോട്ട്സും ടീച്ചർ തന്നെ സ്വന്തം പ്രിപ്പയർ ആക്കിയ നോട്ടാണ് കേട്ടോ. അത് നോട്ട് ഞാൻ ഇവിടുന്ന് എടുത്തതുമല്ല, കോപ്പി അടിച്ചതുമല്ല. ഇറ്റ്സ് ഓൾ മൈ ഓൺ നോട്ട്സ്. സോ ഡോണ്ട് ഷെയർ വിത്ത് എനി വൺ. അത് ടീച്ചറിന്റെ സ്റ്റുഡൻസിന് മാത്രമുള്ള നോട്ട്സ് ആണ്. ആക്ച്വലി ടീച്ചർ ഓരോ ബാച്ച് നടത്തുമ്പോഴും കൊടുക്കുന്ന നോട്ട്സ് അത്. അപ്പൊ നിങ്ങൾ ഒരു നോട്ട്ബുക്ക് വാങ്ങിയിട്ട് ഇത് എഴുതിയിട്ട് ഫോട്ടോ അയക്കണം കേട്ടോ. PDF രൂപത്തിൽ അയക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ ആയിട്ട് സെൻഡ് ആക്കാം ഗ്രൂപ്പില്. അത് ഫുള്ളും എഴുതണം. അപ്പൊ നെക്സ്റ്റ് ഫ്രൈഡേ, അതായത് നെക്സ്റ്റ് സാറ്റർഡേ വരുമ്പോഴേക്കും എഴുതിയാൽ മതി. മനസ്സിലായോ? സാറ്റർഡേ സൺഡേ ലീവ് അല്ലേ, അപ്പൊ അപ്പോഴേക്കും എഴുതി കഴിഞ്ഞാൽ മതി. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കണക്ടർ ഷദ്ദയാണ് അടുത്ത കണക്ടർ. ഷദ്ദ എന്ന് പറഞ്ഞത് ഡബ്ലിംഗ് ഓഫ് ദ ലെറ്റർ ആണ്. അതായത് 2 ലെറ്റർ ഒന്നിച്ച് ഉച്ചരിക്കുന്ന പോലെ. ഫോർ എക്സാമ്പിൾ ബ ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ എക്സ്പ്ലനേഷൻ എന്താണ്? അബ്ബ എന്നാണ് ഫസ്റ്റത്തെ വേർഡ്. വെരി ഗുഡ്. ഓക്കെ, ബ വിത്ത് സുക്കൂൻ. ഫസ്റ്റ് 2 ലെറ്റേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ? ഡബ്ലിംഗ് ഓഫ് ദ ലെറ്റർ മീൻസ് 2 ലെറ്റേഴ്സ് ഉണ്ട്. സോ ബ ഫസ്റ്റത്തെ ലെറ്റർ സുക്കൂൻ ആയിരിക്കും, സെക്കൻഡ് ലെറ്റർ അതിന്റെ ഹറക്ക. അബ്ബി ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവാ? ഹംസ ഫത്ഹ പ്ലസ് ബ വിത്ത് സുക്കൂൻ പ്ലസ് ബ വിത്ത് കസ്ര. മനസ്സിലായ? ഷദ്ദ എന്ന് പറഞ്ഞ ഇതാണ്. ദിസ് ഇസ് ദ കോമ്പിനേഷൻ ഓഫ് ഷദ്ദ. 2 ലെറ്റേഴ്സ് ആണ് ഉണ്ടാവുന്നത്.
ആ 2 ലെറ്റേഴ്സിൽ ഫസ്റ്റത്തെ ലെറ്റർ എപ്പോഴും സുക്കൂൻ ആയിരിക്കും. സെക്കൻഡ് ലെറ്റർ അതിൽ ചേരുന്ന ഹറക്ക. അപ്പൊ അബി എന്നാണ് ആയതുകൊണ്ട് സാക്കിനായിട്ടുള്ള ബ പ്ലസ് കെസറ ഉള്ള ബ. അബു അങ്ങനെ ആയിരിക്കും. ഹൗ വിൽ ദ അബു കം? Hamza plus Hamza Hamza plus plus Hamza plus ba with the sukun plus ba with the dhamma. Dhamma. Okay, very good. Now ibbi. Ibbi എങ്ങനെ വരാ? Hamza with the kasra plus ba with sukun plus ba with the kasra. Ba with sukun plus ba with the kasra. Is it clear everyone? ഷിഫാൻ മോനിക്ക് മനസ്സിലായിനാ? yes ma'am. Yes. അസ്ലമിന് മനസ്സിലായാ? നസ്രീൻ, സൽഹ, ഷസ? Yes. ഇതാണ് കേട്ടാ ശബ്ദന്റെ കോമ്പിനേഷൻ എപ്പോഴും 2 സെക്കൻഡ് ആയിരിക്കും. ബിക്കോസ് 2 ലെറ്റേഴ്സ് ആയിരിക്കും. ബിക്കോസ് അത് 2 കട്ടിയിൽ ഉച്ചരിക്കുന്ന ശബ്ദമാണ്. അതിന്റെ ചിഹ്നം എങ്ങനെയാണ്? ഇറ്റ്സ് ലൈക്ക് എ സ്മോൾ ഡബ്ല്യു. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് എ സ്മോൾ ഡബ്ല്യു ഓവർ ദ ലെറ്റർ. ഇനി അത് ആ കോൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ റീഡിങ് വെരി ഈസി ആകും. അബ്ബ, അബി. ഈ ഒരു ബുക്കിൽ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്ന് ഇങ്ങനെ ഫത്ഹ കസ്റ ദമ്മ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ടീച്ചർ പറഞ്ഞ് ശ്രദ്ധിച്ചോ. അബ്ബ, അബി, അബ്ബു. ഇബ്ബ, ഇബ്ബി, ഇബ്ബു. ഇങ്ങനെ നമ്മൾ ഇബ്ബു. പക്ഷെ ഇൻഷാ അല്ലാഹ് ഒരു സംഭവം ഉണ്ട്. നൂനും മീമിനും ശ്രദ്ധ വരുമ്പോ നമ്മളൊന്ന് കെയർഫുൾ ആവണം. ബാക്കി എല്ലാ ലെറ്റേഴ്സും നോർമലി നമ്മൾ ശ്രദ്ധ കൊടുക്കുമ്പോൾ ഒരു ചെറിയ ഫോഴ്സ് കൊടുത്താൽ മതി. അബ്ബ, അബി, അത്ത, അത്തി, അത്തു, ഇങ്ങനെയൊക്കെ. ബട്ട് whenever a noon and a meme shadda comes, we have to be careful. 2 seconds ഹുന്ന കൊടുക്കണം. ഹുന്ന എന്ന് പറഞ്ഞാല് മൂക്കിന്ന് വരുന്ന ഒരു ശബ്ദമാണ്. നൂനും മീമിനും മാത്രമാണ് ഈ ഒരു വ്യത്യാസം ഉള്ളൂ. അപ്പൊ അത് ഇൻഷാ അല്ലാഹ് നമ്മൾ തജ്വീദിന്റെ കോഴ്സ് വീണ്ടും പഠിക്കുമ്പോൾ അതിന്റെ പ്രാക്ടീസ് ഉണ്ടാവും. ഇപ്പൊ ഈ ചാപ്റ്ററിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ there is no noon. നൂനും മീമും ഇവിടെ ഇല്ല കേട്ടാ. സോ അത് നിങ്ങൾ ഇവിടെ ടെൻഷൻ ആവണ്ട. നോ നീഡ് ടു വറി അബൌട്ട് ഇറ്റ്. ഇബ്ബ, ഇബ്ബി, ഇബ്ബു. ഉബ്ബ, ഉബ്ബി, ഉബ്ബു. അബ്ബൻ, അബ്ബിൻ, അബ്ബുൻ. ഇബ്ബൻ, ഇബ്ബിൻ, ഇബ്ബുൻ. ഉബ്ബൻ, ഉബ്ബിൻ, ഉബ്ബുൻ. ശ്രദ്ധിക്കേണ്ടത് ഈ നിങ്ങൾ ചിലപ്പോൾ റീഡ് ചെയ്യാൻ പറയുമ്പോൾ ഇവിടെ ഈ ഊ എല്ലാം മാറിപ്പോവാൻ പാടില്ല കേട്ടോ. ശ്രദ്ധിച്ചിട്ട് ഹംസക്ക് എന്താ വന്നത്? ഹംസന്റെ ഹർക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വിചാരത്തിൽ ഹർക്കാത്ത് ഇപ്പൊ ടീച്ചർ ഫത്ഹ കസ്റ ദമ്മ എന്ന് പറയൂല. ടീച്ചർ പറയുന്ന കേട്ടാ നിങ്ങൾ അതിന്റെ ഹർക്ക ശ്രദ്ധിക്കാന്ന്. അപ്പൊ ആ ഹർക്ക എന്ന് പറയുമ്പോൾ യു ഹാവ് ടു നോ ഇതാണ് ഫത്ഹ കസ്റ ദമ്മ. ഇതൊക്കെയാണ് ടീച്ചർ നോട്ട്സിൽ തന്നത് കേട്ടാ. There are 3 types of harakat: fatha, kasra, dhamma. Fatha means opening of the mouth. Kasra means lowering of the chin. Dhamma means pointing of the lip. ഇതൊക്കെ നോട്ട്സിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. സോ എക്സാമിന് വരുമ്പോൾ അത് എന്തായാലും പഠിച്ചിട്ട് വരണം. ബൈ ഹാർട്ട് ഒന്നും ടീച്ചർ പറയുന്നില്ല, മനസ്സിലാക്കിയിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, നോ നീഡ് ടു ബൈ ഹാർട്ട്. അപ്പൊ എല്ലാവരും ഇംഗ്ലീഷ് നോട്ട്സിൽ കംഫർട്ടബിൾ അല്ലേ? മലയാളം ഉണ്ടല്ലോ. ഓക്കെ, മലയാളം ഇസ് വെരി ടഫ് ഫോർ മീ ഓൾസോ. ഇറ്റ് ഇസ് ടഫ്. നിങ്ങൾ സ്കൂളിലെല്ലാം ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നതുകൊണ്ട് എന്തായാലും എല്ലാ നോട്ട്സും ഇംഗ്ലീഷ് ആയിരിക്കും, എക്സെപ്റ്റ് മലയാളം, ഹിന്ദി മാത്രം, അറബിക്കും അല്ലെ. ബാക്കിയെല്ലാം സയൻസ് സബ്ജക്ട്സ് എല്ലാം ഇംഗ്ലീഷ് തന്നെയല്ലേ? ഓക്കെ, എന്നാ പിന്നെ ഞാൻ ടീച്ചർ ഫുൾ ആയിട്ട് വായിക്കുന്നില്ല. വിൽ സ്റ്റാർട്ട് കോളിംഗ് 1 by 1. ഫാത്തിമ വിളിച്ചോ. ഹൻഫ വായിച്ചോ. ഫസ്റ്റ് 2 ലൈൻസ് ശ്രദ്ധിച്ചു വായിച്ചോ. ഹൻഫ. അബ്ബ, ഇബ്ബി, ഉബ്ബു. അല്ല, ശ്രദ്ധിക്ക്. ലുക്ക് അറ്റ് ദ ഹറക്ക ഹിയർ. അബ്ബ, അബ്ബി, അബ്ബു എന്നാണ്. അബ്ബ, ഇബ്ബി, ഉബ്ബു. സി ഹറക്ക നോക്ക്. ഫത്ഹ അല്ലേ ഇവിടെ? ടീച്ചർ പോയിന്റർ ഇട്ടിട്ടുണ്ട്, റെഡ് പോയിന്റർ. അബ്ബ, അബ്ബി, ഉബ്ബു, അബ്ബു. നോക്ക്, ശ്രദ്ധിക്ക്. അബ്ബു. ഇബ്ബ, ഇബ്ബി, ഇബ്ബു. ഉത്തു, ഉബ്ബ, ഉബ്ബി, ഉബ്ബു. അബ്ബൻ, അബ്ബൻ, അബ്ബിൻ, അബ്ബുൻ, ഇബ്ബൻ, ഇബ്ബിൻ. യെസ്, ഗുഡ്, മാഷാഅല്ലാഹ്, ബർക്കല്ലാഹ്. ശ്രദ്ധിച്ചു ഓതിയാ മതി കേട്ടോ.
Aslam. മോനെ ഈ 2 lines വായിച്ചോ. ഇബ്ബുൻ From here. ആ ഉബ്ബി. അബ്ബിൻ ഉബ്ബുൻ അല്ല ഇവിടുന്ന് അബ്ബ അബ്ബൻ ഉബ്ബി. ദേ ഇവിടെ നോക്ക് ടീച്ചർ സർക്കിൾ ചെയ്യുന്നത് ഇത് ഉബ്ബി. ആ ഉബ്ബി ഉബ്ബു അബ്ബൻ അബ്ബി അബ്ബുൻ ഇബ്ബൻ ഇബ്ബി ഇബ്ബുൻ ഉബ്ബൻ ഉബ്ബിൻ ഉബ്ബുൻ അബ്ബൻ അത്ത അത്തി അത്തുൻ അത്തു. യെസ് ഓക്കെ ഗുഡ് ദാറ്റ്സ് ഇനഫ്. അടുത്തത് ഇമാദ് വായിച്ച ഫസ്റ്റ് 2 lines നെക്സ്റ്റ് പേജിൽ ടീച്ചർ സൂം ചെയ്തരാ. ഓക്കെ ഉത്തി ഇത്തു ഉത്ത ഉത്തി ഉത്തു അത്തൻ അത്തിൻ അത്തുൻ ഇത്തൻ ഇത്തിൻ ഇത്തുൻ ഉത്തൻ ഉത്തിൻ. യെസ് ഗുഡ് ബാർക്കല്ലാ. അടുത്തത് ഷെസ വായിക്ക് നെക്സ്റ്റ് 2 lines. ഷെസ. അസ ഇസി ഇവിടെ നോക്ക് ഇവിടെയാണ് മോളെ. From here. ഉത്തുൻ. ഉത്തുൻ അസ അസി അസു ഇസ ഇസി ഇസു ഉസ ഉസി ഉസു അസൻ അസിൻ അസുൻ ഇസൻ. യെസ് ഗുഡ് മാഷാഅല്ലാ. അടുത്തത് ഫാത്തിമ ഫിദ. എവിടെ തൊട്ടാ മിസ്സേ? ഇതാ മോളെ ഇസ്സിന് മുതല്. ഇസിൻ ഇസുൻ ഉസൻ ഉസിൻ ഉസുൻ അജ്ജ അജ്ജി അജ്ജു ഇജ്ജ ഇജ്ജി ഇജ്ജു ഉജ്ജ ഉജ്ജി ഉജ്ജു. യെസ് ഗുഡ് മാഷാഅല്ലാ ബാർക്കല്ലാ. നെക്സ്റ്റ് സൽഹ. എവിടുന്ന് മുതലാ? ഇതാ മോളെ ലാസ്റ്റ് 2 lines അജ്ജു മുതല്. അജ്ജു ഇജ്ജൻ ഇജ്ജി ഇജ്ജ എന്ന് മാത്രല്ലേ ഇജ്ജൻ എന്നില്ല. ഓക്കെ ഇജ്ജ ഇജ്ജ ഇജ്ജി ഇജ്ജു ഉജ്ജൻ ഒരു ഉജ്ജിൻ മിനിറ്റ് റീഡ് അഗൈൻ ഫ്രം ദ ബിഗിനിങ്. അജ്ജു മുതൽ വായിക്കുക ആ ലൈൻ. അജ്ജു ഇജ്ജൻ ഇജ്ജ ഇജ്ജി ഇജ്ജു ഉജ്ജ ഉജ്ജി ഉജ്ജു അജ്ജൻ ഇജ്ജൻ ഉജ്ജൻ സി അഗൈൻ അജ്ജിൻ അജ്ജിൻ അജ്ജുൻ ഇജ്ജൻ ഇജ്ജിൻ ഇജ്ജുൻ. യെസ് ബാർക്കല്ലാ വെരി ഗുഡ്. നെക്സ്റ്റ് ഷിഫാൻ വായിക്ക് ഈ പേജിൽ ഫസ്റ്റ് 2 lines ഇത്ത മുതൽ. ഇത്ത ഇത്തി ഇത്തു ഉത്ത ഉത്തി ഉത്തു അത്തൻ അത്തിൻ അത്തുൻ ഇത്തൻ ഇത്തിൻ ഇത്തുൻ ഉത്തൻ ഉത്തിൻ. യെസ് വെരി ഗുഡ്. നൗ നെക്സ്റ്റ് മൻഹ നെക്സ്റ്റ് 2 lines. അത്തുൻ അസൻ ഉത്തുൻ ഉത്തുൻ അസു അസ ഇസ ഇസി ഇസു ഉസ ഉസി ഉസു അസൻ 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 അസുൻ അസൻ ഇസൻ. നോക്ക് ഇസ്സൻ. യെസ് നൂഹ വെരി ഗുഡ് ബാറക്കല്ലാ. നൂഹ നെക്സ്റ്റ് 2 lines. ഓക്കെ മിസ്. മാം ഇത് ഇസ്സി മുതലല്ലേ? ഇസ്സിൻ മുതൽ. ഇസ്സിൻ ഇസ്സുൻ
ഉസ്സൻ, ഉസ്സിൻ, ഉസ്സുൻ, അജ്ജ, അജ്ജി, അജ്ജു, ഇജ്ജ, ഇജ്ജി, ഇജ്ജു, ഉജ്ജ, ഉജ്ജി, ഉജ്ജു. Yes, very good, Barakallah. Nazrin, last 2 lines. Okay. Ajju, ajju, ijja, ijji, ijju, ujja, ujji, ujju, ajjan, ajjin, ajjun, ijjan, ijjin, ujjun. Alle, ijjun. Yes, Barakallah. Everyone got the chance? Hanan illennu? Hanan illa alle? Okay. So ellarum പഠിച്ചല്ലോ അല്ലേ? Okay. So easy അല്ലേ? ഈ chapters all are easy? Yes or no? Yes. Yes? Yes. Okay. ഇനി നമ്മൾ തുടങ്ങാൻ പോകുന്ന മെയിൻ സംഭവം ഉണ്ട്, തജ്വീദ്. ഓക്കെ, തജ്വീദിന്റെ കോഴ്സ് ഇതുപോലെയല്ല, കുറച്ചും കൂടിയും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് റൂൾസ് ലൈക്ക് 10 റൂൾസ് ആണ്. ടീച്ചറിന്റെ കോഴ്സിൽ 10 റൂൾസ് ആയിട്ടാണ് ഡിവൈഡ് ആക്കിയിട്ടുള്ളത്. ആ 10 റൂൾസിനെ സ്പ്ലിറ്റ് ആക്കിയിട്ടാണ് പഠിക്കേണ്ടത്. മാക്സിമം ടീച്ചർ നിങ്ങളെ മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെ പഠിപ്പിക്കും. എനി ഡൗട്ട് അപ്പം തന്നെ ക്ലാരിഫൈ ചെയ്യാം. കാരണം ഡെയിലി നമ്മൾ ഓരോരോ റൂൾസാണ് പഠിക്കാൻ പോകുന്നത്. മനസ്സിലായാ? സോ ഓരോ റൂൾസ് പഠിക്കുന്നവരും ഇങ്ങനെ പൈലപ്പ് ആവണ്ട യുവർ കൺഫ്യൂഷൻ ഓർ യുവർ ഡൗട്ട്സ്. ഓക്കെ, ഇത് അതുകൊണ്ടാണ് പെട്ടെന്ന് എടുത്ത് തീർത്തത്. കാരണം ചെറിയ കുട്ടിയൊക്കെ പഠിപ്പിക്കുന്നത് ഇത് തന്നെയാണ്, സ്മോൾ 5 years 6 years. ബട്ട് ദേ വിൽ ഹാവ് ടു ടേക്ക് എ ലോട്ട് ഓഫ് ടൈം ബിഗിനേഴ്സിന്. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ഇതെല്ലാം പഠിച്ചതുകൊണ്ടാണ് ടീച്ചർ സ്പീഡിൽ പോയത്. ഓക്കെ, സോ നമ്മൾ തജ്വീദിന്റെ ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ, വാട്ട് ഈസ് തജ്വീദ്? ഹാസ് എനിവൺ സ്റ്റഡീഡ് എനി തജ്വീദ് കോഴ്സ് ബിഫോർ? ആരെങ്കിലും മുന്നേ പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ആദ്യമായിട്ടാണോ പഠിക്കുന്നത് തജ്വീദിന്റെ കോഴ്സ്? അതാണ് തജ്വീദ്. നസ്രീൻ, ഹാവ് യു ലേൺഡ്? Yes. Yes, Nazreen, you were there in my course before? Yes. Yes, okay, എനിക്ക് ഓർമ്മയുണ്ട്. ഓക്കെ, സോ ബാക്കി ആരും തജ്വീദ് ലൈക് മദ്രസയിലൊക്കെ പോകുമ്പോൾ തജ്വീദ് പഠിച്ചില്ല? എന്തെങ്കിലും നിയമങ്ങൾ ലൈക് ഇസ്ഹാർ, ഇദ്ഗാം? പഠിച്ചിട്ടുണ്ട്. അല്ലേ? ഞാൻ തജ്വീദ്. ഓക്കെ, ഞാൻ പഠിച്ചിട്ടുണ്ട്. ചിലത് പഠിക്കും. ഇതെന്ന് പറഞ്ഞാല് ടീച്ചർ പഠിപ്പിക്കുന്നത് കംപ്ലീറ്റ് കോഴ്സ് ആണ്. അതായത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതല്ല. ബട്ട് നമ്മൾ ഒരു മുസ്ലിം ഖുറാൻ ഓതണമെങ്കിൽ വി ഹാവ് ടു ലേൺ ദിസ്. ഓക്കെ, നമുക്ക് ഇതൊക്കെ അറിയണം. ബേസിക് കോഴ്സാണ് ടീച്ചർ പഠിപ്പിക്കുന്നത്. ഇതിന്റെ അഡ്വാൻസ്ഡും ഉണ്ട്. അഡ്വാൻസ് നമ്മൾ ടീച്ചേഴ്സിനെല്ലാം പഠിപ്പിക്കുന്നതാണ്. കൂടുതൽ തജ്വീദിനെ കുറിച്ചിട്ട് അറിയാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിപ്പിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ ബയോളജിയിൽ പാർട്സ് ഓഫ് ദ ബോഡി അങ്ങനെല്ലാം പഠിക്കുന്നില്ലേ? നമ്മൾ അത് തന്നെയല്ല ഹയർ ക്ലാസ്സസിൽ കൂടുതൽ പറ്റി പഠിക്കുന്നത് അല്ലേ? ഇപ്പൊ നമ്മൾ നിങ്ങൾക്ക് ചെറുപ്പത്തിൽ തന്നെ ടീത്തിന്റെ ഫോർമുല ഉണ്ട്. ഡെന്റീഷ്യൻ, എത്ര ടൈപ്പ് ഡെന്റീഷ്യൻ ഉണ്ട്? പല്ല്, ടീച്ചർ പല്ല് ഡോക്ടർ അല്ലേ? അപ്പൊ ടീച്ചർ ചോദിക്കുന്നത് എത്ര ടൈപ്പ് പല്ലുണ്ട് നമുക്ക്? ടൈപ്സ് അല്ല, ഓക്കെ 4 ടൈപ്സ് ഓഫ് ടീത്ത് ഉണ്ട്. പക്ഷെ സെറ്റ്, എത്ര സെറ്റ് ഉണ്ട് പല്ലിന്റെ? 2. പാൽപ്പല്ലും ഡെസിഡിയസ് ടൂത്ത് ആൻഡ് പെർമനന്റ് ടൂത്ത് എന്ന് പഠിച്ചില്ല ബയോളജിയിൽ? Temporary tooth and permanent tooth. ടെമ്പററി ആൻഡ് പെർമനന്റ് ടൂത്ത് എന്ന് പഠിച്ചില്ലേ? അപ്പൊ അത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സ്കൂളിൽ പഠിക്കുന്നല്ലേ? അതിന്റെ ഡീറ്റെയിൽ ആയിട്ടില്ലേ നമ്മൾ BDS ചേർക്കുമ്പോൾ പഠിക്കുന്നത് അല്ലെ? നമ്മൾ ഡെന്റിസ്റ്റ് ആകുമ്പോ അതേപോലെ തന്നെ ഇപ്പൊ ബേസിക് ആയിട്ട് നമ്മൾ തജ്വീദിന്റെ ബേസിക് റൂൾസ് പഠിക്കും. മനസ്സിലായ? അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഇറ്റ് ഈസ് ലൈക്ക് വാസ്റ്റ് നോളജ് ആണ്. ഈ ബേസ് ഇല്ലാണ്ട് നമുക്ക് അഡ്വാൻസിലേക്ക് പോകാൻ പറ്റില്ല. മനസ്സിലായ മക്കളെ? ദിസ് ബേസ് നിങ്ങൾക്ക് വേണം ഖുറാൻ ഓതണമെങ്കിൽ. ഹൂഎവർ നമ്മൾ ഇതാക്കിയ നമ്മൾ എത്ര നമുക്ക് ഖുറാൻ ഓതാന്ന് അറിയാന്ന് പറഞ്ഞാലും യു നീഡ് ടു നോ ദ റൂൾസ്. എന്താ അപ്ലൈ ചെയ്യേണ്ടത്? നമ്മള് ശ്രദ്ധയുള്ള നൂനോ ശ്രദ്ധയുള്ള മീമ് കാണുമ്പോൾ എന്താ അപ്ലൈ ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു. അപ്പൊ തജ്വീദ് എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം എന്താണ്? ടീച്ചർ ജസ്റ്റ് ഇന്ന് ഇൻട്രൊഡക്ഷൻ പറയുന്നതാണ്. നാളെ മുതൽ നമുക്ക് ഓരോ റൂൾസ് പഠിക്കാം. തജ്വീദിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് the main word of tajweed means to make better, to improve ourselves. ജയ്യിദ്, ജവ്വദ ഇങ്ങനെയുള്ള വേർഡ്സ് ഇല്ലേ?
ടു മേക്ക് ബെറ്റർ. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ഇംപ്രൂവ് ആക്കണം. ഇപ്പൊ ഫേർണിച്ചറിന്റെ ഷോപ്പിൽ പോയാൽ നല്ല ഷൈനിങ് ശ്രദ്ധിച്ചില്ല, വുഡ് അല്ലെ, നമ്മുടെ ഡോറെല്ലാം നല്ല പോളിഷ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആദ്യം അങ്ങനെ ഉണ്ടായത്, വാസ് ഇറ്റ് ലൈക്ക് ദാറ്റ്? ദ വുഡ് വാസ് ലൈക്ക് ദാറ്റ്? നോ, റൈറ്റ്? അത് നല്ല പോളിഷ് ചെയ്തിട്ട് നല്ല പെയിന്റ് അടിച്ചിട്ടല്ലേ അങ്ങനെ ഷൈനിങ് വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ പഠിച്ച ഈ കാര്യങ്ങളില്ലേ, ഖായിദ നൂറാനിൽ ബേസിക്, അതൊന്നും കൂടിയും നല്ല പോളിഷ് ചെയ്യുന്ന നമ്മൾ ഖുറാന്റെ ഓത്ത്. അതാണ് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ജവ്വദ അല്ലെങ്കിൽ തജ്വീദ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു മേക്ക് വൺ സെൽഫ് ബെറ്റർ ഫ്രം ദ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ. നിങ്ങൾ എവിടെയാണ് ഉള്ളത് അതൊന്നും കൂടി നല്ലോണം പഠിക്കാൻ. അപ്പൊ ആദ്യം കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ടാവും, പിന്നെ ഓതിക്കൊണ്ട് നിൽക്കുമ്പോൾ ശരിയായിക്കോളും. അതിനാണ് ടീച്ചർ നിങ്ങളുടെ ടീച്ചർ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നിങ്ങൾ ഓരോ വേർഡ്സിൽ മിസ്റ്റേക്ക് വരുന്നത്, ലെറ്റേഴ്സ് ചിലപ്പോൾ നമ്മൾ ഓതുന്നത് മിസ്റ്റേക്ക് ആണോ നമുക്കറിയില്ല. നമ്മൾ വിചാരിക്കും നമ്മൾ ശരിയായിട്ട് ഓതുന്നത്, പക്ഷെ ഒരു ടീച്ചറിന്റെ അടിയിൽ നിന്ന് ഓതി കൊടുക്കുമ്പോഴാണ് ശരിക്കും മനസ്സിലാവുക നമ്മൾ ഇത്രയും മിസ്റ്റേക്ക് ചെയ്തിട്ടാ ഇത്രയും കാലം ഓതിയത്. സം സ്റ്റുഡൻസ് നല്ലോണം ഓതുന്നുണ്ട്, കുഴപ്പമില്ല. ബട്ട് ഐ എം ടെലിംഗ് ഫ്യൂ സ്റ്റുഡൻസ് മൈറ്റ് ബി ഹാവിംഗ് എ ലോട്ട് ഓഫ് മിസ്റ്റേക്ക്. ഓക്കെ, എല്ലാവരും തെറ്റെന്നല്ല ടീച്ചർ പറയും. എല്ലാ ഹ്യൂമൻ ബീങ്സും തെറ്റുകൾ ചെയ്യും, അത് നാച്ചുറൽ ആണ്. പക്ഷെ നമ്മൾ അത് ഇംപ്രൂവ് ആക്കാൻ നോക്കും. ഇതാണ് ടീച്ചറിന്റെ സബ്ജക്ട്. അപ്പൊ യുനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ എത്രാം വയസ്സിലാണ് ഫസ്റ്റ് ഖുറാൻ ഇറക്കിയത്? ഖുറാനെ കുറിച്ച് പറയണ്ടേ? 40-ാം വയസ്സിൽ. 40-ാം വയസ്സിലാണ് നുബുവത്ത് കിട്ടിയത് അല്ലെ? അല്ലെ, നുബുവത്ത് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റെവലേഷൻ ഓഫ് ദ ഖുർആൻ. അപ്പൊ ഫസ്റ്റത്തെ ആയത്ത് ഏതായിരുന്നു ഇറങ്ങിയത്? ഏത് കേവ് എന്നാ കിട്ടിയത്? ഏത് കേവ്? നെയിം ഓഫ് ദ കേവ്? ഹിറാ കേവ് അല്ലെ? നമ്മൾ ഇവിടേക്കെല്ലാം പോയാല് ഈ മലന്റെ മേലെ കയറും ആ ഗുഹ കാണാൻ അല്ലെ? ഹാസ് എനിവൺ ഗോൺ ദേർ? നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിയാൽ ഹിറാ കേവ് എന്ന് അടിച്ചു നോക്കിയാൽ മതി. അപ്പൊ കുറെ പിൽഗ്രിംസ് പോകുന്ന കാണാൻ പറ്റും. ഓക്കെ, ടീച്ചർ പോയിട്ടില്ല, ടീച്ചർ ചെറുപ്പത്തിൽ പോയതാണ്, പക്ഷെ ഓർമ്മയില്ല. ഓക്കെ, സോ നീഡ് ടു ഗോ ഇൻഷാല്ലാ. പിന്നെ ഈ ഒരു എന്താണ് ഹിറാ ഗുഹയില് എങ്ങനെയായിരുന്നു എന്ന് ആർക്കെങ്കിലും അറിയോ? ആ ഹിസ്റ്ററി അറിയോ? ആദ്യത്തെ ആയത്ത് കിട്ടുന്നത് ഏത് മലക്കാണ്? ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം. യെസ്. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം വരുമ്പോ ഫസ്റ്റ് നമുക്ക് ഹദീസുകൾ കാണാൻ പറ്റും. ഹദീസ് എന്ന് പറഞ്ഞാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിത രീതിയാണ്. ഓക്കെ, ദ വേ ഹി ലിവ്. അപ്പൊ നമ്മൾ ചോദിക്കും ഹദീസിലുണ്ടാ, ഖുറാനിലുണ്ടാ, ഇങ്ങനെ ചോദിക്കും. വുളു എടുക്കുന്നത് ശരിക്കും പറഞ്ഞാല് പൂർണ്ണ രൂപം ഹദീസിലാണുള്ളത്. ഖുറാനിലുണ്ട്, പക്ഷെ ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് ആൻ ആയ, കുറച്ചേ ഉള്ളൂ. മുഖം കഴുകണം, കൈകൾ കഴുകണം, കാല് കഴുകണം, ഇങ്ങനെ മാത്രം ഖുറാനിൽ ഒരു ആയത്തായിട്ടുള്ളൂ. ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഹദീസുകളിലുണ്ടാവും. ബിക്കോസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ജീവിച്ചത് അതാണ് ഹദീസിലുള്ളത്. അപ്പൊ ഹദീസ് എന്ന് പറഞ്ഞ വേർഡ് മീൻസ് ഇറ്റ് ഇസ് ദ വേ ഹൗ ദ പ്രോഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലിവ്. അപ്പൊ ഓരോ കൂടി ഏറ്റവും കൂടുതൽ ജീവിച്ച വൈഫ് ആരായിരുന്നു? അവർക്ക് 11 ഭാര്യമാരുണ്ടായി. ആയിഷ റളിയല്ലാഹു അൻഹ ആയിരുന്നു കുറെ കാലം ജീവിച്ചത്. യെസ്. റംസാൻ എവിടെ പോയി? ലേറ്റ് ആയല്ലോ. ഓക്കെ, കുഴപ്പമില്ല. നമ്മൾ റീഡിങ് കംപ്ലീറ്റ് ആക്കി, നമ്മൾ ഖായിദ നൂറാനിയ കംപ്ലീറ്റ് ആക്കി കേട്ടാ റംസാൻ. വി കംപ്ലീറ്റഡ് ഖായിദ നൂറാനിയ. ഇറ്റ്സ് ഓക്കെ. മോനിതാക്ക റെക്കോർഡിംഗിന്റെ പകുതി ഭാഗം കണ്ടാൽ മതി ഫ്രം ദാറ്റ് മിസ്സായ പോർഷൻ. ഓക്കെ, ആയിഷ റളിയല്ലാഹു അൻഹ ആണ് ഓരോ കൂടെ കുറെ കാലം ജീവിച്ചത്. അപ്പൊ ഏറ്റവും കൂടുതൽ ഹദീസ് കളക്ട് ചെയ്തത് ആരായിരിക്കും? ആയിഷ റളിയല്ലാഹു അൻഹ. സഹാബാക്കളെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ദ മോസ്റ്റ് എഫക്റ്റീവ്, അതായത് ഏറ്റവും കൂടുതൽ എത്രയോ ഓരോ ചങ്ങായിമാരെല്ലാം ഉണ്ടായിരുന്നു, ഓരോ സഹാബാക്കള്. there are many friends for him, but the most collected, അതായത് വുമണിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഹദീസ് കളക്ട് ചെയ്തത് വൈഫാണ്. വൈഫല്ലേ ഹസ്ബൻഡോട് ജീവിക്കുന്നത്. സോ ഓറാണ് എല്ലാ കാര്യം കൂടുതൽ കളക്ട് ചെയ്തത്. അത് നോക്കിയിട്ട് വേണം നമ്മൾ പഠിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അവിടുന്ന് ഇവിടുന്ന് ഏതെല്ലോ ആൾക്കാർ പറഞ്ഞത് കേട്ടിട്ട് ആ നബി ഇങ്ങനെ ചെയ്തിന്, നബി അങ്ങനെ ചെയ്തെന്ന് പറയുമ്പോൾ എവിടെ പ്രൂഫ് കാണിക്കാൻ പറയണം. യു നീഡ് ടു നോ യു നീഡ് ടു ഷോ ദ ഹദീസ്. അപ്പൊ ഹദീസിന്റെ ബുക്സിൽ ഫസ്റ്റ് കുറെ ബുക്സ് ഉണ്ട്, മനസ്സിലായ? ബുഖാരി, മുസ്ലിം, ഇത് രണ്ടും ഏറ്റവും കൂടുതൽ ട്രസ്റ്റഡ് വേർഷൻസ് ആണ്.
ട്രസ്റ്റഡ് ആയിട്ടുള്ള ബുക്സ് ആണ് ബുഖാരിയും ഹദീസും, ബുഖാരി ആൻഡ് മുസ്ലിം ഹദീസിന്റെ ബുക്ക്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇനിയും ഉണ്ട്, തിർമിതി ഉണ്ട്, ഇബ്നു മജ എന്ന് പറഞ്ഞിട്ടുള്ള വേറെ ബുക്ക് ഉണ്ട്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ റെഫർ ചെയ്യുന്നത് ഈ ഫസ്റ്റത്തെ 4 ബുക്സ് ആണ്. പിന്നെ വേറെ വേറെ ബുക്സ് ഉണ്ട്. മാം ഞാൻ തിരുമലിന്റെ കുറെ ഹദീസ് പഠിച്ചു. എന്താ പറഞ്ഞത്? ഡൗട്ട്? ഞാൻ തിരുമലിന്റെ ഹദീസ് പഠിച്ചു. ഉണ്ട്, തിർമിദിന്റെ ഹദീസ് ഉണ്ട്, നസ്രിൻ did you ask any doubt? ആരോ ഒരു ഡൗട്ട്? ഇമാദ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, somebody I thought somebody asked some doubt. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹദീസുകൾ നമുക്ക് റിലൈ ചെയ്യാൻ പറ്റും. ചില വീക്ക് ഹദീസ് ഉണ്ട്. വീക്ക് ആയിട്ട് പറഞ്ഞാൽ അതിനെ റിലൈ ചെയ്യാൻ പാടില്ല. ചില ആൾക്കാർ പറയും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നു പറയും. അത് നബി പറഞ്ഞിട്ടുണ്ടല്ലോ. എവിടെ കറക്റ്റ് ഹദീസ് കൊണ്ടുവരാൻ പറയാം. ഷോ മി ദ ഹദീസ്. അതാ പറഞ്ഞ് വായിക്കാൻ. Who all like to read? Who all likes to read? നല്ലതല്ലേ ആ ശീലം? യു ക്യാൻ ഡൗൺലോഡ് ദ ആപ്പ്. ബുഖാരിന്റെ ഹദീസിന്റെ ആപ്പ് ഉണ്ട്. നമുക്ക് ബുക്കൊന്നും എന്തായാലും വാങ്ങാനൊന്നും പറ്റൂല അല്ലെ, ഡിഫിക്കൽട്ട് ആണ്. ടീച്ചറിന്റെ അടുത്തുണ്ട്. ടീച്ചർ ഇങ്ങനെ കുറച്ച് വായിക്കുന്നല്ലാണ്ട് ഫുള്ളായി ടീച്ചർ എക്സ്പേർട്ട് ഒന്നും ആയിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ നോളേജ് സീക്ക് ചെയ്യണം. നമുക്ക് എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അപ്പോ നിങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഉണ്ട്. എന്താണ്? ഹൂവർ സീക്സ് നോളജ്. എല്ലാം അറബിയാണ്, ഇംഗ്ലീഷ് അല്ല. ടീച്ചർ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്താണ്. അറബിക്കിലാണ് എല്ലാ ഹദീസും ഉള്ളത്. സോ ഹൂവർ ഗോസ് ഇൻ സെർച്ച് ഓഫ് നോളജ്. നമ്മള് എലിമ നേടാൻ വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കര തിരക്ക് കൂട്ടൂലേ? നമുക്ക് ഇഷ്ടാ പഠിക്കാൻ അല്ലെ? നബിന്റെ കഥ, നബിന്റെ ചരിത്രം, പിന്നെ മറ്റുള്ള നബിമാരുടെ ചരിത്രം, സഹാബാക്കളുടെ കഥ, പിന്നെ അങ്ങനെയുള്ള ഫിഖ്, അഖീദ, ഇങ്ങനെയുള്ള സബ്ജക്റ്റിൽ നമ്മൾ കൂടുതൽ സീക്ക് നോളേജ് ചെയ്യുമ്പോൾ അള്ളാഹ് എന്താക്കും? അവരുടെ പാത്ത് എളുപ്പമാക്കി കൊടുക്കും. ദാറ്റ് പാത്ത് ഇല്ലേ, പാത്ത് ആ വഴി എളുപ്പമാക്കി കൊടുക്കും. ബിക്കോസ് നമ്മൾ അള്ളാഹിന്റെ നോളേജ് സീക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെനക്കിടുന്നത്, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത് അല്ലെ? സോ whoever seeks a path for knowledge, Allah will make his path easy. ഭയങ്കര ബ്ലെസ്സിങ്സ് ആണ് നമ്മുടെ ലൈഫിൽ. ബിക്കോസ് നമ്മൾ ഇൻ സെർച്ച് ആണ്, തേഴ്സ്റ്റി ഫോർ നോളജ്. നമുക്ക് ദാഹിക്കൂ എന്ന് പറയൂലേ? അത് പഠിക്കണം, ഇത് പഠിക്കണം, ഇങ്ങനെയുള്ള ചിന്ത. നമുക്ക് അള്ളാഹിനെ കുറിച്ച് കൂടുതൽ അറിയണം, എനിക്ക് നബിയുടെ ചരിത്രം അറിയണം, എനിക്ക് എങ്ങനെയാണ് ഓർ ജീവിച്ചതെന്ന് അറിയണം. അപ്പൊ ഇത് നമ്മൾ കാണിക്കണമെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമുക്ക് പഠിക്കണ്ട ആദ്യം. ഏതിലോ ആൾക്കാർ പറഞ്ഞത് കേട്ടിട്ട് ഇതാക്കാനില്ല. കുറച്ച് ട്രസ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്കോളേഴ്സ് ഉണ്ട്. അതിന്റെ സ്കോളേഴ്സ് യു ക്യാൻ റിലൈ അപ്പോൾ. ഓക്കെ, നോളേജ് കറക്റ്റ് ആയിട്ട് ഇൻഫോർമേഷൻ തരുന്ന കുറച്ച് കുറച്ച് സ്കോളേഴ്സ് ഉണ്ട്. മുഫ്തി മാലിക്കിൻ്റെത് അങ്ങനെ നിങ്ങൾ റിലൈ ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, മുഫ്തി മാലിക് എന്ന് പറഞ്ഞ സ്കോളർ ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ നല്ല നല്ല മോട്ടിവേറ്റിംഗ് സ്പീച്ച് ഉണ്ട്, അത് നല്ലതാണ്. ബട്ട് ഇഫ് യു വാണ്ട് ടു സീക്ക് ദ കറക്റ്റ് നോളേജ്, ശരിക്കുള്ള സ്കോളേഴ്സിന്റെ അടുത്ത് നിങ്ങൾ സീക്ക് ചെയ്യണം. അങ്ങനെ തമാശ ഒന്നും അങ്ങനെ പറയാത്ത. ഇപ്പൊ നിങ്ങൾ നോക്കിയിട്ട് സം സ്കോളേഴ്സ് ഭയങ്കര തമാശ പറഞ്ഞായിരിക്കും, പക്ഷെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള നോളേജസ് ഉണ്ട് പറയുന്നത് സ്കോളേഴ്സും ഉണ്ട്. അപ്പോ കൂടുതൽ തമാശ ഇതാക്കുമ്പോ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. നല്ലതാണത്. പക്ഷെ ബെറ്റർ ടു സീക്ക് നോളേജ് ലൈക്ക് ഞാൻ പറഞ്ഞുതരാം. ഷെയ്ഖ് ഉസൈമീൻ, ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞ കുറച്ച് സ്കോളേഴ്സ് ഉണ്ട്, നെയിംസ്. അവരുടേത് കുറച്ചും കൂടി നല്ല ക്ലാരിറ്റി ഉണ്ടാവും. ഓക്കെ, ടീച്ചർ ഇങ്ങനെ പറഞ്ഞിരുന്നതാണ്. അപ്പോ നമ്മൾ ഖുറാൻ ഇറങ്ങിയിട്ടില്ല, അതിന്റെ ഇത്ര പ്രൂഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഏഞ്ചലാന്ന് വന്നേന്ന്. അപ്പൊ ഡു യു ബിലീവ് ദിസ് ഏഞ്ചൽ എങ്ങനെ ഇറങ്ങി വന്നു? ഇങ്ങനെയുള്ള സംശയങ്ങൾ വരുന്നുണ്ടോ? എങ്ങനെയാണ് ഈ ഏഞ്ചൽ ഇങ്ങനെ പറഞ്ഞിട്ടാ വന്നത്? അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവൂലേ? ആ ചോദ്യങ്ങള് ഷെയ്ത്താന് നമ്മുടെ മനസ്സിൽ തോന്നിക്കുന്നത്. സോ നമ്മൾ ഫസ്റ്റ് ആസ് എ മുസ്ലിം ഖുറാൻ പഠിക്കുന്നതിന് മുമ്പ് നമ്മളുടെ ഈമാൻ ശരിയാക്കണ്ടേ, നമ്മളെ ഫെയ്ത്ത്. എന്നിട്ടല്ലേ ഖുറാനെല്ലാം പഠിക്കല്. ഖുറാൻ പഠിക്കുന്ന സമയത്ത് ഖുറാൻ എങ്ങനെ ഇറങ്ങിയത് എന്നുള്ളത് കാര്യം പറഞ്ഞു തരുമ്പോ എന്താ സംഭവിക്കുക? നമ്മൾ മനസ്സിലിരിക്കും അതെങ്ങനെ ഇറക്കിയത്, എങ്ങനെ ഈ മലക്ക് വന്നിട്ട് കൊടുത്തത്, ഇങ്ങനെയുള്ള ഡൗട്ട് വരുമ്പോ നമുക്ക് പിന്നെയും നമ്മളെ വിശ്വാസത്തിന്റെ ഒരു പ്രശ്നം വരും. അപ്പൊ ബിഫോർ ലേണിംഗ് എവറിത്തിങ്, ആ 5 പില്ലേഴ്സ്, വാട്ട് ആർ ദ 5 പില്ലേഴ്സ് ഓഫ് ഇസ്ലാം?
ഷഹാദ നിസ്കാരം സക്കാത്ത് നിസ്കാരം, അല്ല നോമ്പ്, സൗം സക്കാത്ത് ഹജ്ജ് സക്കാത്ത്. ഹജ്ജ്. ആ അത് ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയെന്ന് വിചാരിച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് എന്തായാലും അഞ്ചാന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അത് നമ്മൾ പഠിച്ചു. ഷഹാദ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഇസ് ഷഹാദ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ അഷ്ഹദു അബ്ദുഹു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അഷ്ഹദു വാട്ട് ഇസ് ദ അല്ലാ മീനിങ് ഓഫ് ദാറ്റ്? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദാറ്റ്? നമ്മൾ വെറുതെ എപ്പോഴും നമ്മൾ അത്തഹിയാത്ത് പറയുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് കൈ ഇങ്ങനെ ആക്കുന്നില്ലേ? വാട്ട് ഇസ് ദ മീനിങ്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. അല്ലാഹു അള്ളാഹുവിനെ ഏകനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അള്ളാഹുവിന്റെ ദൂതനും ദാസനും എന്ന് അല്ലേ? ഐ ബെയർ വിറ്റ്നസ്, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അഷ്ഹദു വിറ്റ്നസ്, ഐ ബെയർ വിറ്റ്നസ് ദാറ്റ് there is no god, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പലസ്തീന്റെ വീഡിയോസ് കാണാറുണ്ടോ? ഇൻസ്റ്റാഗ്രാമിൽ ചിലപ്പോൾ ഉണ്ടാകുന്നുണ്ട്. കൊണ്ട് അതില് കാണാറുണ്ട്. എത്ര സങ്കടമുള്ള വീഡിയോസ് അതിലെ ബേബീസ് ആൻഡ് ഇവരെല്ലാം ഹേർട്ട് ചെയ്യുന്നത്. അത് വെൻ യു സീ അവര് നിങ്ങൾ ശ്രദ്ധിച്ചില്ല? അവര് തവക്കല്, അള്ളാഹിനോട് ട്രസ്റ്റ്, അല്ലാഹു അക്ബർ പറയുന്നത് ഒച്ചെടുക്കുന്നത് ശ്രദ്ധിച്ചില്ല? യെസ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹ് നമുക്ക് സ്വർഗം തരും. യെസ്, അള്ളാഹു നമുക്ക് സ്വർഗം തരും. എന്റെ മക്കള്, മരിച്ചുപോയ മക്കളെല്ലാം സ്വർഗത്തിലായിരിക്കും അല്ലെ? പ്രായപൂർത്തിയാവാതെ മരണപ്പെട്ടു പോയ കുട്ടികള്, ബേബീസ്, ബോംബെലിട്ടിട്ട് ചിലപ്പോ വയറ്റിൽ തന്നെ ചില ഉമ്മമാർക്ക് മരിച്ചിട്ടുണ്ടാവും. അതെല്ലാം ആ കുട്ടികളൊക്കെ ഏത് നബീന്റെ കൂടെ കളിക്കാം? ഏത് നബിയാണത് കുട്ടികളുടെ കൂടെ കളിക്കുന്നത്? അല്ല, നോട്ട് മുഹമ്മദ് പ്രോഫറ്റ്. സ്റ്റാർട്ട് വിത്ത് ഐ. ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം അലൈഹിസ്സലാം. യെസ്, വെരി ഗുഡ്. ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന് പറഞ്ഞ നബിയുടെ കൂടെയാണ് ഈ മരണപ്പെട്ടു പോയ പാവ കുട്ടികളില്ലേ, മരിച്ചുപോയ. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഈ ഹിന്ദു നോൺ മുസ്ലിംസിന്റെ കുട്ടികളും അങ്ങനെ മരിച്ചു പോകുന്നില്ലേ? അപ്പൊ അവരും കളിക്കോ? യെസ്, അവരും കളിക്കും. അവർക്ക് അതായത് മെച്ചൂരിറ്റി വരാണ്ട്, ഓക്കെ, മെച്ചൂരിറ്റി ഇല്ലാതെ മരണപ്പെട്ടു പോയ കുട്ടികളെ കുറിച്ചാണ് പറയുന്നത്. അതായത് 3 years 2 yearsലൊന്നും നമുക്ക് പെട്ടെന്ന് ആ കുട്ടിക്ക് അത്രയും ബുദ്ധി ഉണ്ടാവില്ല അല്ലെ? ആ ഒരു നോളജ് വരുന്നേ ഉള്ളൂ. സോ ദോസ് കിഡ്സ്, ദോസ് സ്റ്റുഡൻസ്, ബേബീസ് ഓൾസോ, ഇറ്റ് ഇസ് സെഡ്, ടീച്ചർ അങ്ങനെ വായിച്ചതാണ്. ഓക്കെ, ഇറ്റ് ഇസ് സെഡ് ദേ ആർ ഓൾസോ ഇൻ ജന്ന. ഓക്കെ, അപ്പൊ നമ്മളെല്ലാവരും ജനിച്ചത് ആദം നബിയിലൂടെയല്ലേ? ആദം നബിയും ഹൗവ ബീവിയാണ് ശരിക്കും നമ്മളെ ഗ്രേറ്റസ്റ്റ് ഗ്രാൻഡ് ഫാദർ. അവരിലൂടെയാണ് ശരിക്കും നമ്മളെല്ലാം വന്നത് അല്ലേ? അതെല്ലാവർക്കും അറിയാലോ. ഫസ്റ്റ് ഹ്യൂമൻ ബീങ് ഓൺ എർത്ത് ആദം നബി. ആ പ്രോഫിറ്റ് നിന്നാണ് നമ്മളെല്ലാം വന്നേ. ഓറാണ് നമ്മളെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. പിന്നീട് ഇങ്ങനെ ശൈത്താനെ ആൾക്കാരെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് മ്യൂസിക് കൊണ്ടുവരും, പിന്നെ ശത്രുത പുലർത്തും, കള്ള്, മ്യൂസിക്, അങ്ങനെ ഹറാമായിട്ടുള്ള സബ്സ്റ്റൻസസ് ശൈത്താൻ തന്നെയാണ് ഇതിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഓരോ ആൾക്കാരുടെ രൂപത്തിൽ. ശൈത്താനെ ഇങ്ങനെ ഒരു മിനിറ്റ് നോക്കുക. ഓക്കെ, സോ റിമെമ്പർ, ഷെയ്ത്താൻ തന്നെയാണ് ആൾക്കാരെ വഴിതെറ്റിക്കുന്നത്. യു നോ ഹൗ ഹി വാസ് എക്സ്പെൽഡ് ഫ്രം ദ ജന്ന? ഹൗ ദ ഷെയ്ത്താൻ ഓർ ഇബ്ലീസ് വാസ് എക്സ്പെൽഡ്? വൈ? അള്ളാഹുവിനെ ചെയ്യാൻ പറഞ്ഞപ്പോ ആദം നബിയെ സൃഷ്ടിച്ചപ്പോ അള്ളാഹുവിനെ സുജൂദ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ സുജൂദ് ചെയ്യാൻ പറഞ്ഞു. ആദം നബിയുടെ മുന്നിലാണ് സുജൂദ് ചെയ്യാൻ പറഞ്ഞത്. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ അള്ളാഹ് അനുസരിക്കുന്നുണ്ടോ എന്ന് പരീക്ഷിക്കുന്നത്. ആദം നബി മനുഷ്യനാണ്. നമ്മൾ മനുഷ്യന്മാരുടെ മുമ്പിൽ സുജൂദ് ചെയ്യാനൊന്നും പാടില്ല. അള്ളാഹിന്റെ മുമ്പിൽ മാത്രമേ സുജൂദ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇറ്റ് ഈസ് ലൈക്ക് അള്ളാഹ് വാണ്ടഡ് ടു ടെസ്റ്റ്. അള്ളാഹ്ക്ക് ഓൾറെഡി അറിയാം ഇബ്ലീസിന്റെ ഉള്ളിലിരിപ്പ് ഭയങ്കര ഹോട്ടി നേച്ചറാണ്, ആറോഗൻസ്, അഹങ്കാരം. അപ്പൊ ഫസ്റ്റ് സിൻ എന്താണെന്നറിയോ? ഈ ലോകത്ത് ഇറങ്ങിയ ഫസ്റ്റത്തെ തെറ്റ് അഹങ്കാരം. ആദ്യമായിട്ട് ഇറങ്ങിയ തെറ്റ് അഹങ്കാരം എന്ന് പറയുന്നത്. ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആറോഗൻസ് ആണ് ഇംഗ്ലീഷ് പറയാം. അപ്പൊ ആറോഗൻസ് നമ്മളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സൈൻ ഓഫ് ക്യാരക്ടർ ഓഫ് ശൈത്താൻ. മനസ്സിലായാ? ആറോഗൻസ് ആരെങ്കിലും മനസ്സിൽ വന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ആറോഗൻസ് എന്ന് പറഞ്ഞാൽ അഹങ്കാരം.
നിങ്ങൾ നല്ലോണം പഠിക്കുന്ന കുട്ടികളാണ്. അപ്പൊ നമ്മൾ മറ്റുള്ളവരെ താത്തിക്കാണല്ലോ. ഓ എനിക്ക് ഞാൻ ഭയങ്കര പഠിപ്പിച്ചിട്ട് ബാക്കിയെല്ലാം മണ്ടന്മാർ നല്ല ചിന്തിക്കൂലേ ചിലപ്പോ യു തിങ്ക് നോ സംടൈംസ് അങ്ങനെ ചിന്തിച്ച്. പിന്നെ നമ്മളിപ്പോ നല്ല ഭംഗി ഉണ്ടാവും നമ്മളെ കാണാൻ. നമ്മളപ്പോ കണ്ണാടി നോക്കിട്ട് ഓ ഞാൻ എന്തൊരു ഗ്ലാമർ അല്ലേ, അങ്ങനെയുള്ളൊരു അഹങ്കാരം വരൂലേ ചിലപ്പോ. സംടൈംസ് വി ലുക്ക് ഇൻസൈഡ് ദ മിറർ ആൻഡ് വി തിങ്ക് ഓ ഞാന്. അപ്പൊ അങ്ങനെയുള്ള ആ തോട്ട് ശൈത്താനാണ് കൊണ്ടുവരുന്നത് നിങ്ങളുടെ മൈൻഡില്. നിങ്ങൾ ഭയങ്കര നല്ലതാണ്. ഓക്കെ മാം സോ യെസ് ഓക്കെ മോനെ, ആ ക്ലാസ് ഇപ്പൊ തീരും. യു ക്യാൻ ലീവ്, നോ പ്രോബ്ലം. ഐ ഗിവ് ദ അറ്റൻഡൻസ്. സോ നമ്മൾ എപ്പെങ്കിലും നമുക്ക് അങ്ങനത്തെ ഒരു സ്വന്തമായിട്ട് ഫീലിംഗ് വന്നിട്ടുണ്ടെങ്കിൽ ബി കെയർഫുൾ. നമുക്ക് വേഗം ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം അള്ളാഹുവിനോട് ചോദിക്കാം, അല്ലാഹ് പ്ലീസ് സേവ് മീ ഫ്രം ദിസ് ടൈപ്പ് ഓഫ്. ഓക്കെ സോ നമ്മൾ പറഞ്ഞ് വേറെ പ്ലേസസിലെത്തി. സോ ടീച്ചർ പറഞ്ഞിരുന്നാണ് നമ്മൾ അങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ ലെറ്റ്സ് മേക്ക് ദുആ ടു അല്ലാഹ്. ഓക്കെ അങ്ങനെയുള്ള ചിന്ത വരണം. അപ്പൊ ഖുർആന് അപ്പൊ അങ്ങനെ ആദം നബിയിലൂടെ ലാസ്റ്റ് ഒരുപാട് നബിമാർ വന്നിട്ടുണ്ട്. ദെൻ ലാസ്റ്റ് പ്രോഫിറ്റ് ആണ് പ്രോഫിറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ് ദർ എനി അതർ പ്രോഫിറ്റ് ആഫ്റ്റർ ഹിം? നോ റൈറ്റ്. ഓക്കെ അപ്പൊ വേറെ ടീംസ് ഉണ്ട് ഷിയാക്കൾ എന്ന് പറഞ്ഞിട്ട്. അവര് ചിന്തിക്കുന്നത് എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞിട്ട് വേറൊരു പ്രോഫിറ്റും കൂടി ഉണ്ട്. മനസ്സിലായ ഷിയ, ഐ തിങ്ക് ഷിയ സെക്ട് ആണ്. They think that Ali radiallahu anhu is another prophet, but the prophet അല്ല, he is not a prophet. Okay, Ali radiallahu anhu ഫാത്തിമ ബീവിനെ കല്യാണം കഴിച്ചതാണ് അല്ലേ? Do you know who is the husband of Fatima radiallahu anhu? Ali radiallahu anhu. Okay, അപ്പൊ ചില ഷിയാക്കൾ അല്ലെങ്കിൽ ഐ തിങ്ക് വേറെ ഏതോ സെക്ട് SECT ഒരു ഗ്രൂപ്പ് ചിന്തിക്കുന്നത് നബി കഴിഞ്ഞിട്ട് വേറൊരു നബിയും കൂടി ഉണ്ട്. നമുക്ക് അങ്ങനെ ഇല്ല. നമ്മളെന്താ പഠിക്കുന്നത്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂൽ. ഓക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഇറക്കി കൊടുത്തത് ഇൻ വിച്ച് ലാംഗ്വേജ്? ഏത് ലാംഗ്വേജ് ഖുർആൻ? അറബിക്കാണ്. അപ്പൊ ഈ അറബിയില് ഓരോ ലെറ്റേഴ്സ് ആ ടൈം എഴുതിയിട്ടൊന്നുമില്ല, പഠിപ്പിച്ചു കൊടുത്തിട്ടൊന്നുമില്ല. ലൈക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വായിക്കാനും എഴുതാനും അറിയുന്നുണ്ടായിട്ടില്ല. അപ്പോ എങ്ങനെയാണ് ആക്ച്വലി ഈ സഹാബാക്കൾ എഴുതിയത്? ആ ടൈം അറബിക് ലാംഗ്വേജ് ഉണ്ട്, ബട്ട് എഴുതാനും വായിക്കാനും ഇവർക്ക് അറിയുന്നുണ്ടായിട്ടില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ജിബ്രീൽ അലൈഹിസ്സലാം ഇതിങ്ങനെ ഓതി കൊടുക്കും. ഇത് ഓതി കൊടുക്കുമ്പോൾ അദ്ദേഹം അത് പഠിക്കും. എന്നിട്ട് അദ്ദേഹം സഹാബാക്കൾക്ക് അത് പറഞ്ഞു കൊടുക്കും. സഹാബാക്കൾ അത് കല്ലിന്റെ മേലെ, പിന്നെ വലിയ വലിയ ബോൺസ് ഉണ്ടാവില്ല ആനിമൽസിന്റെ, സ്കാപ്പുല ബോൺസ് എന്നത് നമ്മുടെ ഷോൾഡറിന്റെ ബോൺസ് ഉണ്ടാവും, പിന്നെ കല്ലുകള്, ലെതർ, ഇങ്ങനെയുള്ള സ്ഥലത്തെല്ലാം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. മനസ്സിലായ? അത് അങ്ങനെ ഓരോ ആൾക്കാർ, ഓരോ സഹാബാക്കൾ അത് സൂക്ഷിച്ചു വെക്കുമായിരുന്നു. ദെൻ ഫൈനലി അത് ഓരോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ തന്നെ ഫുൾ ഖുറാനും ക്രോഡീകരിച്ചിട്ടുണ്ട്. അതായത് എവ്രി ആയ വാസ് ഫൗണ്ട്. ഓക്കെ പക്ഷേ ഡു യു തിങ്ക് അതൊരു ബുക്കിന്റെ രൂപത്തിലാണ് ഉണ്ടായിരുന്നത്? നബിയുടെ കാലത്ത് ബുക്ക് ഉണ്ടായിരുന്നു, ബുക്ക് പോലെ ഖുറാന്? നമ്മളിപ്പോ കാണുന്നില്ലേ സ്റ്റാർട്ടിങ് ഫാത്തിഹ, ബക്കറ, ആലെ ഇമ്രാൻ ഇങ്ങനെ കാണുന്നില്ലേ? അതുപോലെ ഉണ്ടായിട്ടില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം വഫാത്താകും, അതായത് when he was going to die, going to pass away, എന്താ സംഭവിച്ചേ? അദ്ദേഹം ജിബ്രീൽ അലൈഹി സ്വലാമിന് 2 തവണ അവസാനത്തെ റമദാനിൽ ഓതി കൊടുത്തിട്ടുണ്ടായിരുന്നു, ഫുള്ള് ഫസ്റ്റ് ടു ലാസ്റ്റ്. ഓക്കെ ദെൻ ആഫ്റ്റർ ഹിസ് പാസിംഗ് അവേ, അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം, വഫാത്തായതിനു ശേഷം, വാട്ട് ഹാപ്പൻസ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്ലസ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇവർ രണ്ടുപേരുമാണ് ശരിക്കും അത് ബുക്കിന്റെ രൂപത്തിൽ, അതായത് പണ്ടത്തെ ബുക്കാണ്, ഇപ്പൊ നമ്മളുള്ള ബുക്കല്ല, നമുക്കുള്ള പേപ്പർ ഒന്നുമല്ല, അത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പേപ്പറാണ്, ഒരു വേറെ ടൈപ്പ് പേപ്പറാണ്. അപ്പൊ അതില് ഫുള്ള് കളക്ട് ചെയ്തതാണ് ഈ 2 സഹാബ. ലേറ്റർ ഓൺ അവർ രണ്ടാളും മരണപ്പെട്ടതിന് ശേഷമാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാനി എന്ന് കാണാറുണ്ടോ? ഖുർആന്റെ ഫ്രണ്ടിൽ ഉസ്മാനി എന്ന് പറഞ്ഞിട്ട് കാണാറില്ല? ഫസ്റ്റ് പേജിലുണ്ടാവും. ഓക്കെ അപ്പൊ അദ്ദേഹം ഇത് ഫുള്ളും ഒരു ഇംപ്രൂവൈസ്ഡ് വേർഷൻ, അതായത് ഐ എം നോട്ട് ടെല്ലിങ് ഹി ചേഞ്ച് ദ ആയത്തൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല, പക്ഷെ എഴുതിയ രീതി, ദ ഹാൻഡ് റൈറ്റിംഗ്, അതെല്ലാം
കുറച്ചും കൂടെ നല്ല ബെറ്റർ ആയത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അപ്പൊ ഓരോ കാലഘട്ടത്താണ് എല്ലാ പ്ലേസസിലേക്കും ഇത് നല്ലോണം സ്പ്രെഡ് ആയത്. ഖുറാൻ അറിയാം, ബട്ട് ഹിസ് കോപ്പി വേർഷൻ ഇല്ലേ, അത് കൂടുതൽ സ്പ്രെഡ് ആവുന്നത് ആഫ്റ്റർ ഹിസ് ടൈം ആണ്. ബിക്കോസ് ഇസ്ലാം ഭയങ്കര ഫാസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ ആണ്. അപ്പൊ ഇപ്പോഴും ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ ഇസ് ഇസ്ലാം. ഓക്കെ, കുറെ ആൾക്കാർ ഇസ്ലാം മതത്തിലേക്ക് വരുന്നുണ്ട്. പലസ്തീന്റെ പ്രശ്നങ്ങളായ സമയത്തും കുറെ ആളുകൾ ലൈക്ക് നോൺ മുസ്ലിംസ് ഖുറാൻ വായിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് ഇത്രയും അവരുടെ ഹാർട്ടിൽ ഇത്രയും അള്ളാഹിനെ കുറിച്ചുള്ള ചിന്ത വരുന്നത്? അവരുടെ ഫെയ്ത്ത് ഇൻ ഗോഡ് ഇസ് വെരി ഹൈ എന്ന് അവർക്ക് മനസ്സിലായി. അതായത് പലസ്തീൻസിന്റെ മുസ്ലിംസിന്റെ. സോ ദേ സ്റ്റാർട്ടഡ് റീഡിങ് ദ ഖുർആൻ. അങ്ങനെ കുറെ പേര് മുസ്ലിംസ് ആയിട്ട്. ഓക്കെ, സോ അത് ചിലപ്പോ അള്ളാഹിനെ സൈൻ ആയിരിക്കും. നമ്മൾ വിചാരിക്കും എന്തിനാണ് അള്ളാഹു ഇങ്ങനെ ചെയ്തത്? അള്ളാഹ്ക്ക് വിചാരിച്ചാൽ പെട്ടെന്ന് തന്നെ തിരിച്ചടിച്ചൂടെ? അങ്ങനെ ചിന്തിച്ചില്ല. ഹാവ് യു തോട്ട് ലൈക്ക് ദാറ്റ്? ഇത്ര കുറെ ആൾക്കാർ മരിക്കുന്ന സമയത്ത് അള്ളാഹ്ക്ക് എന്തെങ്കിലും ചെയ്തുകൂടെ എന്നല്ല നമ്മളിങ്ങനെ ചിലപ്പോ ചിന്തിക്കൂലേ? ഇതെല്ലാം സയൻസ് ഓഫ് ജഡ്ജ്മെന്റ് ആണ്. നമ്മള് അവസാന നാളിന്റെ സയൻസ് ആണ് ഇതെല്ലാം. ഓക്കെ, ലോകം അവസാനിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ദിസ് ഇസ് സൈൻ. ഓക്കെ, സോ ഇങ്ങനെയാണ് ഖുറാൻ നമുക്ക് പിന്നീട് കുറച്ചും കൂടി നല്ല ജനറേഷൻസ്, ഓരോ ജനറേഷൻസ് ഇംപ്രൂവ് ആകുമ്പോഴും ഓരോ ഡിസ്കവറീസ് ചെയ്യുമ്പോഴും നല്ല നല്ല പേജിലും നല്ല പ്രിന്റും ആയിട്ട് നമുക്ക് ഖുറാൻ എത്തുന്നു. സോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ എല്ലാം കംപ്ലീറ്റ് ആയി. ഓൺലി ദ തിങ് ഇസ് ദ ഹാൻഡ് റൈറ്റിംഗ് ആൻഡ് എവറിത്തിങ് വാസ് ലിറ്റിൽ ബിറ്റ് ചേഞ്ച്, നത്തിങ് എൽസ്. ഓക്കെ, പ്രിന്റ്. അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കാം. അപ്പൊ നാളെ നമുക്ക് ഇൻഷാല്ലാ ഖുറാനെ കുറിച്ചിട്ട് കുറച്ചും കൂടി പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് റൂൾസ് പഠിക്കാം. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് കേട്ടോ. എങ്ങനെയാണ് ഒരു ചെറിയ രീതിയിൽ ടീച്ചർ പറഞ്ഞതാണ്. ഫുള്ളും ഇതിന്റെ കുറെ ഡീറ്റെയിൽസ് ഉണ്ട്. ജസ്റ്റ് യു ഷുഡ് നോ ദാറ്റ് ഹൗ ദ ഖുറാൻ ഈസ് റീച്ചിങ് അസ്. ഓക്കെ, മനസ്സിലായില്ലേ? ചെറിയൊരു ഹിസ്റ്ററി മനസ്സിലായില്ലേ? ബാക്ക്ഗ്രൗണ്ട്. ആ, ഓക്കെ. എന്നാ പിന്നെ നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് ദുആ പറയാലോ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. ഓക്കെ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Waalaikumsalam warahmatullahi wabarakatuh.